വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അൺബോക്സിങ് വീഡിയോ തന്നെയാണ്. അത് നമ്മളൊരു പുതിയൊരു TWS ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ചായ നമ്മുടെ നോക്കിയയുടെ പവർ ഇയർബഡ് ലൈറ്റ്സ് എന്നൊരു TWSൻ്റെ അൺബോക്സിങ്ങിനാണ് നോക്കാൻ പോകുന്നത്. ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 3000 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ബഡാണ് കേട്ടോ. നമ്മുടെ അവരുടെ ഫോണിൻ്റെ കൂടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണിൻ്റെ കൂടെ റിലീസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ റെഡ് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനൊന്നും മറക്കണ്ട. നമ്മുടെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ഡയറക്റ്റിലേക്ക് പോകാം. അതിപ്പോൾ നമ്മുടെ ബോക്സിനെ കുറിച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് കളറാണ്. ഇത് ബ്ലാക്കും വൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നോക്കിയുടെ ബ്രാൻഡുണ്ട്. പവർ ഇയർബഡ് ലൈറ്റ് എന്നുണ്ട്. ബാക്ക് സൈഡിൽ ഇതിൻ്റെ കുറച്ച് സ്പെക്സ് ആയിട്ടുള്ള 35 hour പ്ലേ ബാക്ക് ടൈമുള്ള സ്പെഷ്യാലിറ്റി ഉള്ളതിനുണ്ട്. 35 മണിക്കൂർ സംഭവം പ്ലേ ബാക്ക് കിട്ടും. പിന്നെ IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ളതാണ്. ടച്ച് കൺട്രോൾസ് ഉള്ളതാണ്. അതുപോലെ ക്ലിയർ ആൻഡ് സൗണ്ട് പെർഫെക്റ്റ് ഫിറ്റ് എന്നൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത് 5.5 ആണ്. പിന്നെ പ്രൈസിങ് ഡീറ്റെയിൽസും കൂടി നമുക്കൊന്ന് നോക്കാം. ഈ സൈഡിലായിട്ട് കാണാം. 3999 കൊടുത്തിരിക്കുന്നത്. പക്ഷേ 3499 ആണെന്നുണ്ട് പ്രൈസ് വരുന്നത്. ഇത് അവരുടെ സൈറ്റിലും അല്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാണ്ട് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ സീല് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബോക്സ് പാക്കിംഗ് ആണ്. ബോക്സ് കുഴപ്പമൊന്നുമില്ല, ഭംഗിക്കുണ്ട്. കൊള്ളാലോ. നമ്മുടെ ഒരു റബ്ബറൈസ്ഡ് കേസാണ് കേട്ടോ. പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ റബ്ബറൈസ്ഡ് ടച്ച് ഫീൽ ഉണ്ട്. ഇവിടെ നോക്കിയ ബ്രാൻഡിങ് ഉണ്ട്. ബാക്ക് സൈഡിൽ നമ്മുടെ ഇത് ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇത് മാറ്റ് ഫിനിഷ് ആണ്, നല്ല കാര്യമുണ്ട്. കോറിലൊന്നും അങ്ങനെ വരില്ല. ബാക്ക് സൈഡിൽ കുറച്ച് പവർ ഡീറ്റെയിൽസ് മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മോഡൽ നമ്പർ ആയിട്ടുള്ള 405 എഴുതിയിട്ടുണ്ട്. മാനുഫാക്ചർ HMD ഗ്ലോബൽ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ നോക്കിയയുടെ മാനുഫാക്ചറിങ് ബ്രാൻഡ് എന്ന് പറയുന്നത് HMD ഗ്ലോബലാണ്. പിന്നെ ബോക്സ് നമുക്ക് എന്താ ഉള്ളത്, ഇതിലെന്തൊക്കെയോ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. 2 സൈഡിലായിട്ടാണെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സൈഡ് ആയി തുറക്കാം. അതിലിത് എന്തൊക്കെയുണ്ട്, കുറച്ച് ബഡ്സ് ആണ്. 1 2 ബഡ്ഡുള്ളൂ കേട്ടോ. 2 ബഡ്സ് വന്നിട്ടുണ്ട്. അത് മാറ്റിടാം. ഇപ്പോൾ ഈ സൈഡിൽ എന്തായാലും ഡാറ്റ കേബിളാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും തരാനൊന്നും ഇല്ല. വേറെ എക്സ്ട്രാ ഡാറ്റ കേബിൾ തന്നിട്ടുണ്ട്. ഇത് ടൈപ്പ് C ആണ്. വേറെ ഒന്നുമില്ല, അതന്നെ ഉള്ളൂ. ബുക്ക്ലെറ്റ് ഉണ്ട്. ഒരു അട്ടി ബുക്കുണ്ട്. ഇതെന്തത്, നോട്ട്ബുക്കോ? ഒരു വലിയ ഒരു ബുക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. ഇത് കുറേ ഭാഷയിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അത് കുറേ ഭാഷയിലുള്ളതാണ്. അത്ര അധികം ഉള്ളതൊന്നും നോട്ടൊന്നും ഇല്ല അതിൽ. നമുക്ക് എന്തായാലും മെയിൻ സാധനം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോക്കിയയുടെ TWS പവർ ലൈറ്റ്, ഇയർബഡ് ലൈറ്റ്. ഇവിടെ തന്നെ നമുക്കൊരു ലൈറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലിങ്ക് ചെയ്യാൻ തന്നെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇപ്പോൾ ചാർജ് ആവുന്നില്ല. അപ്പോൾ ഇയർബഡ് ഇത് ഇങ്ങനത്തെ സ്റ്റൈൽ ടൈപ്പാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒപ്പോൻ്റെ 2 ഇതുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു സ്റ്റെമ്മ് പുറത്തേക്ക് വരുന്ന ടൈപ്പാണ്. ഇത് നമ്മുടെ ഒരു പണ്ടത്തെ നമ്മുടെ ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഇറക്കിയ സ്റ്റൈലിലാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് അത് ചാർജ് ആവാത്തത്. ഇത് നമുക്ക് മാറ്റിയില്ലെങ്കിൽ സംഭവം ചാർജ് ആവില്ല. അതിൻ്റെ ബാറ്ററി കവറിങ് ഒരു ചാർജ് ആവാണ്ടിരിക്കാൻ ഈ പ്ലാസ്റ്റിക് വെച്ചൊക്കെയാണ്. ഇനി നമുക്ക് ചാർജ് ആവും. നമുക്ക് എന്തായാലും ഇവിടെ പ്ലേസ് ചെയ്യാം. എന്താ ചാർജിങ് തുടങ്ങിയില്ലാണ്ടോ. ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്, വൈറ്റ് ലൈറ്റ് കത്തുന്നുണ്ട് ചാർജിങ്ങിൻ്റെ. നമുക്ക് ഇതിൻ്റെ മുകളിലും ലൈറ്റ് കാണാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ റെഡില്ല. ഇതിൽ തീരെ പവറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിലിപ്പോൾ 3 ഘട്ട ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ ചാർജ് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ചാർജ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പം നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ പെയറിംഗ് ആണ്. പെയറിംഗ് നമുക്ക് ഇതിൻ്റെ ഒന്ന് വെച്ച് നോക്കലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് പെയർ ചെയ്യാം. അതിനിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കണം. ഇതിൽ പക്ഷേ ഫാസ്റ്റ് പെയറിംഗ് മോഡിന് സംഭവമില്ല. അതൊരു കോണായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നേരത്തെ Oppo W51 നോക്കിയതിൻ്റെ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം. ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇത് മറ്റേതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മുടെ കണക്ട് ആവും. ഇതങ്ങനെ ആവില്ല. ഇത് രണ്ടും നമുക്ക് പുറത്തെടുക്കണം. എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുത്താൽ അതിന് ഡിവൈസ് ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്. പുറത്തേക്ക് എടുത്താൽ സംഭവം ഡിവൈസ് വിസിബിൾ ആവുള്ളൂ. അതവിടെ വന്നു നോക്കിയ പവർ ഇയർബഡ് ലൈറ്റിൽ നിന്ന്. ഇപ്പോൾ പെയറിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓക്കെ ചോദിക്കും. ഓക്കെ കൊടുത്തു. ഇതിപ്പോൾ എന്താ സംഭവം വെച്ചാൽ ആദ്യം ഇത് കണക്റ്റാവും, പിന്നെ ഇങ്ങനെ കണക്റ്റാവും. അങ്ങനെയാണ്, അങ്ങനത്തെ ടെക്നോളജിയാണിത്. നമ്മുടെ ലേറ്റസ്റ്റ് മറ്റേതുപോലത്തെ സംഭവമല്ല. പിന്നെ ഇത് വോയിസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഇത് വെച്ച് നോക്കാമെന്ന്.
അപ്പോൾ ഞാനത് വെച്ച് നോക്കി, അത്യാവശ്യം പാട്ടൊക്കെ കേട്ട് നോക്കി. മ്യൂസിക് കുഴപ്പമില്ല, പക്ഷേ ബാസ് കുറവാണ്. പക്ഷേ ഇത് ബാസിന് വേണ്ടി ഉണ്ടാക്കിയ ടൈപ്പ് സംഭവമല്ല, ശരിക്കും ട്രബിളിന് ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വോയിസ് ക്വാളിറ്റി എന്ന് വെച്ചാൽ കോൾ ക്വാളിറ്റി സൂപ്പറായിരുന്നു. എന്ന് വെച്ചാൽ സംഭവം പുറത്തേക്ക് എൻ്റെ മൈക്ക് വരുന്നില്ലെങ്കിലും നമ്മുടെ ഈ പുറത്തേക്ക് സ്റ്റെം വരുന്ന ടൈപ്പ് അല്ലെങ്കിലും, പക്ഷേ ഇത് കോൾ നല്ലോണം റെസ്പോൺസ് അപ്പുറത്തെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വോയിസ് നല്ലോണം ക്യാച്ച് ചെയ്യുന്നുണ്ട്. സംഭവം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മളൊരു 5000-6000 റേഞ്ചിൻ്റെ ക്വാളിറ്റി തരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ W51 ആയിട്ട് ഓൾമോസ്റ്റ് അതേ സെയിം ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതിന് 5000 സംതിങ് റേറ്റ് വരുന്നുള്ളതാണ്. ഇത് നമുക്ക് വരുന്നത് 3500 വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ 6000 രൂപയുടെ മുകളിൽ ഉള്ള ബ്രാൻഡുകളിൽ നോർമലി അതുള്ളൂ, ആ ഫീച്ചറുള്ളൂ. അതിപ്പോൾ ഈ സാധനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പക്ഷേ അതിന് പകരം ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ സെൻസർ ഇല്ല. നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മൾ ചെവിയിൽ വയ്ക്കുമ്പോൾ എടുക്കുമ്പോഴും നിൽക്കാനുള്ള സെൻസർ ഇതിലില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. പക്ഷേ നമുക്ക് ടച്ച് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇത് ടച്ച് കൺട്രോളുള്ള സെറ്റാണിത്. എന്ന് വെച്ചാൽ ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ പോസ് ആവും, അതേപോലെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സോങ് ആവും, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ വോളിയം ലെഫ്റ്റ് റൈറ്റിലും അപ്പ് ആൻഡ് ഡൗണുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ അതിൽ കുറവുകൾ എന്ന് പറഞ്ഞാൽ 6mm ഡ്രൈവറുള്ളൂ. പക്ഷേ വോയിസ് ക്വാളിറ്റി വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ റേഞ്ചിൽ ശരിക്കും ഒരു 6mm തരേണ്ടതല്ല, അതിനാട്ടും കുറച്ച് കൂട്ടേണ്ടതായിരുന്നു. പക്ഷേ വോയിസ് ക്വാളിറ്റിക്ക് കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ബാസിന് കുറച്ച് കുറവുണ്ട്. പക്ഷേ ബാസ് ഇഷ്ടമുള്ളവർക്ക് ഇത് നിങ്ങൾക്ക് ഈ പറ്റിയ സംഭവമല്ല. അല്ലാത്തവർക്ക് നല്ല സംഭവം തന്നെയാണ്, കോളും നല്ലതാണ്. പിന്നെ ഉള്ളത് നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കോൺസിൽ പറയാനുള്ളത് നമ്മുടെ ആ സെൻസറിൻ്റെ ഒരു അപാകതയാണ്. അതില്ല ഇതിൽ, അതിനൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ചാർജിങ്ങും ബാക്കപ്പ് നല്ലോണം കിട്ടുന്നുണ്ട്. 36-5 hour അവർ പറയുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 32-33 hour നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കേസ് അടക്കട്ടാ, കേസിൽ ടൈപ്പ് സി ആണ്. കേസ് ക്വാളിറ്റി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല. പക്ഷേ മാറ്റ് ഫിനിഷാണ്. ഇതൊരു വൈറ്റ് കളറും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അടയ്ക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു ടാക്ടൈൽ ഫീൽ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല, നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ വോയിസും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബഡ്സ് എക്സ്ട്രാ 2 നമ്മുടെ ഇതിലുണ്ട് ഓൾറെഡി. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു മറ്റേ ഫീച്ചേഴ്സും കൂടിയും കുറച്ച് ആഡ് ഓൺ ചെയ്യായിരുന്നു. അതുപോലെ പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാസ് മോഡ് അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ബാസ് മോഡ് ഓൾറെഡി ബാസ് കുറവുള്ള സംഭവമാണ്. ബാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെടില്ല തീരെ, അത് ഉറപ്പാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ IPX7 വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ളതാണ്. അപ്പോൾ ബാസ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് എടുക്കണ്ട. അതിന് പകരം എനിക്ക് തോന്നുന്നത് ഒരു W31 എടുക്കുമായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സോറി, മൈക്ക് താഴെ പോയി. W31 എടുക്കുമായിരിക്കും നല്ലത്, അതിനായിട്ടും നല്ലതാണ്. പിന്നെ പക്ഷേ കോൾ ക്വാളിറ്റിയും അവിടെ ഒരു ട്രബിളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു സാധനം തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ സ്റ്റെം ഇഷ്ടപ്പെടാത്തവർക്കും ഇത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ നോക്കിയ ബ്രാൻഡിങ് ഒക്കെ കാണാൻ പറ്റും. ഒരു ചൈന സെറ്റല്ലല്ലോ സംഭവം. നോക്കിയ ചൈനീസ് വേണ്ടാത്തവർക്കും ഇത് എടുക്കാം, അത്യാവശ്യം ആ റേഞ്ചിൽ വരാം. പിന്നെയുള്ളത് സാംസങ് ഒക്കെയാണ്, പക്ഷേ റേറ്റ് കൂടും. അപ്പോൾ ചൈനീസ് ബ്രാൻഡ് വേണ്ടാത്തവർക്ക് നമുക്ക് നോക്കിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഫീച്ചേഴ്സ് നമ്മുടെ ഈ റേഞ്ചിൽ വരുമ്പോൾ കുറവുണ്ടെന്നുള്ള ഇതുള്ളൂ. പക്ഷേ ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞ പോലെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വോളിയം കൺട്രോൾ ഇതിലുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ടച്ച് കൺട്രോൾസ് ഫുള്ളുണ്ട്. ടച്ച് കൺട്രോൾസിൽ കുറച്ച് കൂടുതലുണ്ട് ശരിക്കും. നമുക്ക് കോള് ഡിസ്കണക്റ്റും കണക്റ്റൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് റിജക്റ്റും അതുപോലെ കോള് എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഇതുകൂടെ, ഡബിൾ ടച്ച് കൂടെ. അങ്ങനെ ഒരു ഗുണം മറ്റേതിലൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഒപ്പോയിലും ഡബിളിലും ബാക്കി ഒപ്പോയിലും OnePlusലും ഒന്നും ഇല്ല അത്. അതുപോലെ കോൾ ഇൻക്രീസ് അല്ല, നമ്മുടെ എന്താ പറയുക വോളിയം ഇൻക്രീസും അതൊന്നും വേറെ ഒന്നിലും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആവറേജാണ്. ഞാൻ പറഞ്ഞ പോലെ ട്രബിളും അത്യാവശ്യം കോൾ ചെയ്യാനൊക്കെ നല്ലവർക്ക് നല്ലതായിട്ട് സംഭവമായിട്ട് എടുക്കാം, നല്ലൊരു സാധനം തന്നെയാണ്. പക്ഷേ ബാസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റില്ല, നിങ്ങളിതിലേക്ക് നോക്കുക വേണ്ട. എന്ന് വെച്ചാൽ ബാസ് തീരെ ഇല്ല, ട്രബിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കോൾ ക്വാളിറ്റി വോയിസ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. ബാസ് നോക്കാത്തവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നൊരു TWS ആണ്. 3500 രൂപയാണ്. എന്തായാലും ഞാൻ ലിങ്ക് താഴെ ഇടാം. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്കിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാനലിനൊരു സപ്പോർട്ടാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.